സോ ഹേ ഹലോ എവരിവൺ, ഞാൻ സുബാൻ. അപ്പോ ഇന്ന് കോണ്ടന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഐ റിയലി വോണ്ട് ടു വിഷ് എവ്രി വൺ ഹു ഈസ് സീയിങ് ദിസ് വീഡിയോ എ വെരി ഹാപ്പി ന്യൂ ഇയർ ഫ്രം മൈ ബോട്ട് ഓഫ് മൈ ഹാർട്ട് മേ ബി. സോ ഞാൻ ന്യൂ ഇയറിലൊക്കെ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓഫീസിലെ ലീവ് ഒക്കെ എടുത്തിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. സോ ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ ഓഫ് 2026. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളിപ്പോ ഈ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ ഈ തംബ്നെയിലോ ഒക്കെ നിങ്ങൾ കാണാം എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്നെന്താ പറയാ, എൻ്റെ ഒരു പ്രോഡക്റ്റ് റിവീലിംഗ് ആണ്. ഇപ്പൊ എൻ്റെ വ്ളോഗിങ് ജേർണിക്ക് വേണ്ടി ഞാൻ മേടിച്ച ഒരു പ്രോഡക്റ്റ്. സോ ഈ പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ ഇപ്പൊ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോ ആക്ച്വലി ഒരു മൈക്കാണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടിട്ടുണ്ടായിരിക്കും DJI എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെ ഒരു മൈക്ക് മേടിച്ചേക്കും. അപ്പൊ എൻ്റെ ഒരു വ്ളോഗിങ് ജേർണി അല്ലെങ്കിൽ എൻ്റെ ഒരു വ്ളോഗിങ് കരിയറിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കുന്ന ഒരു സാധനമാണ്. അതിന് മുമ്പ് ഞാൻ ട്രൈപോഡ് മേടിച്ചു. ആ ട്രൈപോഡിൽ ഞാൻ ഇപ്പൊ എന്റെ ഫോൺ വെച്ചേക്കുന്നത്. അതിനുശേഷം ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണിത്. അപ്പോ ഇതിനെ അൺബോക്സ് ചെയ്യുന്നതും ഇതെന്താണെന്നും ഏതാണെന്നും ഒക്കെ പറയുന്നതായിരിക്കും ഇന്നത്തെ കോണ്ടന്റ്. അതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റ് ചെയ്യാതെ നമുക്ക് നേരെ ഈ കോണ്ടന്റിലേക്ക് പോവാം. സോ വൈ ജസ്റ്റ് വി വെയിറ്റ്. സോ ലെറ്റ്സ് ഗോ ഓവർ ടു ദാറ്റ്. സോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു സാധനം, ഒരു ഗിഫ്റ്റ് പോലത്തെ ഗിഫ്റ്റ് ബോക്സും. ഇത് രണ്ടും ഞാൻ പണ്ടത്തെ ഏതോ ഒരു ഷോ കേസിൻ്റെ അകത്തും ജസ്റ്റ് ഒന്ന് അടിച്ച് മാറ്റി ഇവിടെ കൊണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അൺബോക്സിലേക്ക് പോകാം. അപ്പോൾ അൺബോക്സ് ചെയ്ത് ഞാൻ ഇത് തുറക്കുന്ന സമയം തന്നെ ഞാൻ ആദ്യം കാണുന്നത് ഈ ബബിൾ റാപ്പാണ്. ബബിൾ റാപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ മമ്മേനെ. കാരണം മമ്മയ്ക്ക് ബബിൾ റാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഏതെങ്കിലും മൂവിയോ ഏതെങ്കിലും ടി വിയോ ഫോണോ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് സൈഡിലിങ്ങനെ പൊട്ടിച്ച് പോപ്പ് ചെയ്ത് കളിക്കാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് എടുക്കുന്നതിനാൽ ഏറ്റവും സൂക്ഷിച്ച് ഞാൻ എടുത്തത് ബബിൾ റാപ്പാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. സോ DJI മൈക്ക് മിനി. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മൾ ഇനി തൊട്ട് എൻ്റെ വ്ളോഗിങ് ജേർണിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സാധനമായിരിക്കും DJI മിനി. അപ്പോ ഇതാണ് ആ സാധനം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് DJI മിനി എടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DJIക്ക് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ലൈക്ക് ഗിംബൽ, ആക്ഷൻ ക്യാമറ, പോക്കറ്റ് ക്യാമറ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്സ് എങ്ങനെ ഞാൻ ഫ്യൂച്ചറിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മൈക്ക് കൊണ്ട് അതിന് ആക്സസിബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെ ഞാൻ ഈ ബോക്സൊക്കെ തുറന്നു, ഞാൻ പൗച്ച് എടുക്കുവാണ് ബോക്സിൻ്റെ അകത്തുനിന്ന്. ദിസ് ആക്ച്വലി ഗുഡ് കേട്ടോ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കട്ടെ. അപ്പോ ഇതാണ് നമ്മുടെ ബാഗ്. ഓ മൈ ഗോഡ്, ദിസ് സോ ഗുഡ്. ലൈക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. എനിക്ക് ഈ ബാഗ് തന്നെ എനിക്ക് ഈ മൈക്കിനെക്കാളും സോ ഗുഡ്. ഭയങ്കര കംഫർട്ട് ഉള്ള ഒരു ബാഗ്. സോ നമുക്ക് ഇതിന്റെ അകത്തുള്ള പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. ഇത് ഡെഡ് കാറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ ഡെഡ് കാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കണക്ട് ചെയ്യേണ്ട ഒരു എന്താ പറയാ, നമുക്ക് തിരിച്ചൊക്കെ നമുക്ക് വെക്കേണ്ട. സോ ഇതിന് ഡെഡ് കാറ്റ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. ഡെഡ് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈക്കിന്റെ താഴെ വെക്കേണ്ട ഒരു സാധനമാണ്. സോ ഇതാണ് ഡെഡ് കാറ്റ് എന്ന് പൊതുവെ പറയുന്നത്. സോ നമുക്കിത് തൽക്കാലം നമുക്കിതൊരു സൈഡിൽ വെക്കാം നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നവരെ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സോ ദിസ് ഇസ് എ കണക്ടിവിറ്റി വയർ. എനിക്ക് തോന്നുന്നു ഈ കണക്ടിവിറ്റി വയറിൽ നിന്നായിരിക്കും നമ്മുടെ, എനിക്ക് തോന്നുന്നു ഇത് ഏതാണ്, ഇതിന്റെ അകത്ത് ചാർജിങ് കേബിളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്. ക്യാമറയിലേക്ക് ഓഡിയോ കണക്ഷന് വേണ്ടിയുള്ള ഒരു പോർട്ടും ഉണ്ട്. സോ അതും നമുക്ക് മാറ്റി വെക്കാം. സോ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നതാണ് നമ്മുടെ DJI മൈക്ക് മിനിയുടെ ഒരു ബ്രിക്ക് പോലെ വരുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ അൺറാപ്പ് ചെയ്യുവാണ്. അപ്പോൾ അൺറാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു ഒരു സ്റ്റിക്കർ സീൽ ഇതേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റിക്കർ സീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ. അപ്പോൾ ആ സ്റ്റിക്കർ സീൽ വരുമ്പോഴാണ് നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുക. സോ ആംഗിൾ തെറ്റിപ്പോയി, അവിടുത്തെ ക്യാമറയിലായിരുന്നു. സോ നമുക്ക് ബാക്ക് ടു ദ മെയിൻ ക്യാമറയിലോട്ട് വരാം. സോ ദിസ് ഈസ് മൈ DJI മൈക്ക് മിനി. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ലൈറ്റൊക്കെ മിന്നി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ എടുക്കുന്നത് ഒരു മൈക്കാണ്. അപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലൈറ്റാണ്. ആക്ച്വലി ഒരു 10 ഗ്രാംസ് അടുപ്പിച്ച് എന്തായാലും വെയിറ്റ് ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ മുകളിലത്തുള്ള മൈക്ക്. അത് മാഗ്നറ്റിക് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ക്ലിപ്പ് ഓൺസ് ആണ്. നമുക്ക് നമ്മുടെ ഷർട്ടിലോ ടീഷർട്ടിലോ എങ്ങാനും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് എൻ്റെ മൈക്ക് തിരിച്ച് അവിടെ വെച്ചു. അപ്പോൾ ഈ റൈറ്റും ഈ ലെഫ്റ്റും ഉള്ളതാണ് നമ്മുടെ ഈ രണ്ട് മൈക്ക് എന്ന് പറയുന്നത്. ഈ നടുക്ക് ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഈ സെൻട്രൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനത്തിനാണ് ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവർ എന്ന് പറയുന്നത്. നമ്മൾ മൈക്കിൽ കൂടെ എന്താണോ സംസാരിക്കുന്നത് അത് ഇതിൽ റിസീവ് ചെയ്തിട്ട് ഈ കാണുന്ന USB വെച്ചിട്ടായിരിക്കും നമ്മുടെ എന്താ പറയുക ഐഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് C സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോൺസിൽ നമുക്ക് വെച്ചിട്ട് നമുക്ക് മൈക്കായിട്ട് കോമ്പാക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ടൈപ്പ് C അഡാപ്റ്റർ വന്നിട്ട് നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഈ റിസീവർ അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററിൻ്റെ ജസ്റ്റ് താഴെ ഒരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ USB യൂസ് ചെയ്ത് നമുക്ക് പിന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ കമ്പാരിസനാണ് ഐഫോൺ മൈക്ക് വേഴ്സസ് നമ്മുടെ DJI മൈക്ക്. സോ അതിലേക്ക് നമുക്ക് പോകാം. സോ ഹായ് ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഔട്ട് എന്ന് പറയുന്നത് എൻ്റെ ഐഫോണിന്റെ മൈക്കിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഔട്ട് വരുന്നത്.
അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ അടുത്ത നമ്മളിപ്പോൾ ഡി ജെ വെക്കും. ഇപ്പോൾ ഡി ജെയിലേക്കുള്ള ക്വാളിറ്റിയും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും മനസ്സിലാവാം. നമുക്കിപ്പോൾ നേരെ ഡി ജെ മൈക്ക് വെച്ചിട്ട് നമുക്ക് അടുത്ത ഔട്ട് നമുക്ക് എടുക്കാം. സോ ബ്ലുപ്പ്. സോ ഹായ്, അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡി ജിയുടെ തന്നെ മൈക്കിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഡി ജിയുടെ മൈക്കിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഐഫോണിൻ്റെ മൈക്കും തമ്മിലുള്ള ക്വാളിറ്റി എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ഔട്ട് കേട്ടിട്ടായിരിക്കും എനിക്ക് തന്നെ ഒരു കണക്ഷൻ ഉണ്ടാവും. അത്രത്തോളം നല്ലതായിരിക്കും, അത്ര ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഐ ഹോപ്പ് ദിസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ് ഫോർ മീ. എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിനും വ്ളോഗിനും ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിന് ഏകദേശം ഒരു 400 മീറ്റേഴ്സ് റേഞ്ചോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഇസ് ഗുഡ് ഫോർ മീ. അപ്പോൾ ആ കാര്യം പറഞ്ഞ് നമ്മുടെ ഈ അൺബോക്സിങ്, നമ്മുടെ ഈ വ്ളോഗും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. സോ ടിൽ ദെൻ ബൈ ബൈ ഫ്രം സുബാൻ ബ്ലുപ്പ്.